യാത്രയിൽ ഷെയ്ഖുന ഒരിക്കൽ ജിറാനത്തിൽ പോയി ഉംറ ചെയ്യുകയുണ്ടായി. ജിറാനത്തിൽ പോകണം നാളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജിറാനത്തിൽ പോയി ചുരുക്കി പറയട്ടെ ഒരു 10-10:30 മണിയാകുമ്പോൾ ഹറമിലേക്ക് തിരിച്ചെത്തി. 10 അല്ല, വെയിൽ നല്ല ചൂടുണ്ട്, പക്ഷേ അവിടെ നല്ല ജനങ്ങളുണ്ട്. അവിടെ തവാഫ് ചെയ്യാനും ഹജറുൽ അസ്വദിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഷെയ്ഖുന എന്തോ ഒരു നിശ്ചയിച്ചതുപോലെയാണ് ഷെയ്ഖുനാൻ്റെ പുറപ്പാട് തന്നെ. തസ്ബീഹ് മാല അന്നേരവും കയ്യിലുണ്ട്. അങ്ങനെ ഷെയ്ഖുന ഇങ്ങനെ അങ്ങ് തെൽബിയത്ത് ചൊല്ലിയും കൊണ്ട് അങ്ങ് പോകുന്നത് കണ്ടു. ഹറമിൽ കയറിയതിന് ശേഷം വേഗം നടന്ന് ഹജറുൽ അസ്വദിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയത്. പക്ഷേ ആ ഹജറുൽ അസ്വദിൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ ആ ഷെയ്ഖുനാൻ്റെ ആ പ്രായത്തിലുള്ള ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് തന്നെ കഴിയില്ല. അങ്ങനെ ഷെയ്ഖുനായ്ക്ക് ആരോ സ്ഥലം മാറ്റിക്കൊടുക്കുന്നത് പോലെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഷെയ്ഖുന നേരെ ഹജറുൽ അസ്വദിൻ്റെ അടുത്തെത്തി. ഹജറുൽ അസ്വദിനെ തുരുതുരാ മുത്തി. ഞങ്ങൾക്കും അതിൻ്റെ ബേസിൽ അതിൻ്റെ സഹായത്തിൽ ഞങ്ങൾക്കും മുത്താൻ കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ സംഭവിച്ചു? ഒരിക്കലും അത് ഷെയ്ഖുനാൻ്റെ സ്വന്തം ശക്തി കൊണ്ടല്ല. ഷെയ്ഖുനാനെ സഹായിക്കാൻ ഒരു അദൃശ്യ ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഷെയ്ഖുന ആ കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും ആരും പ്രസ്താവിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഖുനാക്ക് ഇവിടെ പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ടായിരുന്നു. അതിന് തടസ്സമെന്നുള്ള നിലയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ